മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങളൊന്നും നോക്കിയാലോ നമുക്ക്. ഞാൻ ഡോക്ടർ റഹീമ റെഹാൻ ഖുറൈഷി, ഡോക്ടർ റെഹാൻ ഹോമിയോപ്പതി, വണ്ടൂർ. മുടി കൊഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒന്ന് നമുക്ക് ഇതിൻ്റെ വെച്ച് അസുഖം കാരണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് കൊണ്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ PCODയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തിനേലും കുറവ് കാരണം നമ്മൾ ഭക്ഷണത്തിലുള്ള അയണിൻ്റെ കുറവ്, അല്ലെങ്കിൽ സിങ്ക്, പ്രോട്ടീൻ എല്ലാം കുറവ് കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടായിരിക്കാം. പിന്നെ ഉണ്ടാകുന്നത് പെട്ടെന്നൊരു ക്രാഷ്ഡായിട്ട് എടുക്കുന്നവർ, അതായത് പെട്ടെന്ന് വെയിറ്റ് ലോസ് നോക്കി കറക്റ്റായിട്ട് മാനേജ് ചെയ്യാതെ ഒരു ക്രാഷ്ഡായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. പിന്നെയുള്ള വേറൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലുകളാണ്. അതായത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, അല്ലെങ്കിൽ കളറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അത് നമ്മളെ മുടിക്ക് ആ ബോണ്ടിങ്ങിൻ്റെ പ്രശ്നം, ബോണ്ടിങ് മാറ്റപ്പെടുന്നതുകൊണ്ടും പിന്നെ അതുപോലെ മുടി വീക്കനിങ് ആയിട്ട് തിന്നായി പോകുന്നതുമാണ് അടുത്തൊരു കാരണമായിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ കാണുന്ന വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു റീസണാണ് ഇപ്പം സ്ട്രെസ്സ്. നമ്മുടെ വർക്ക് സ്ട്രെസ്സ് നമുക്ക് കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആണെങ്കിൽ കൂടുതലായിട്ട് മുടി കൊഴിയുന്നതായിട്ട് ചിലർക്ക് പെട്ടെന്ന് വരുന്ന ചേഞ്ച്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വേറെ നാട്ടിലോട്ട് പോയി വരുന്നൊരു ചേഞ്ചും മുടി കൊഴിച്ചിലിന് കാരണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതിലെന്താണ് റീസൺ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾ ചികിത്സ നേടുക. താങ്ക് യു.